നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. നിർമ്മാണത്തിലെ അപാകതകൾ നവീകരണത്തിലും തുടർന്നു. തിരുവല്ലയിലെ റെയിൽവേ അടിപ്പാതകളെ വെള്ളം വിഴുങ്ങി. തിരുമൂലപുരം കറ്റോട് റോഡിൽ ഗതാഗതം നിലച്ചു. ഗതാഗത തിരക്കേറിയതും MC റോഡിനെയും TK റോഡിനെയും ബന്ധിപ്പിക്കുന്നതുമായ പ്രധാനപ്പെട്ട റോഡുകളായ കുറ്റൂർ മനക്കച്ചിറ റോഡിലെയും തിരുമൂലപുരം കറ്റോട് റോഡിലെയും റെയിൽവേ അടിപ്പാതകൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി. ലെവൽ ക്രോസുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കോടികൾ മുടക്കി പുതിയ പരീക്ഷണ രീതിയിലാണ് അടിപ്പാതകൾ നടപ്പിലാക്കിയത്. പുറത്ത് ബോക്സുകൾ നിർമ്മിച്ച് നിർദ്ദിഷ്ട പാതയിലേക്ക് ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് തള്ളിക്കയറ്റുന്ന രീതിയാണ് അവലംബിച്ചത്. എന്നാൽ തള്ളുന്ന വേളയിൽ ആദ്യ ബോക്സ് താഴ്ന്നു പോകുന്നത് കണ്ട് തള്ളിക്കയറ്റുന്ന പരിപാടി അവസാനിപ്പിക്കുകയും താഴ്ന്ന ഭാഗത്തിന് ക്രമാനുസരണമായി പുതിയ ബോക്സ് നിർമ്മിക്കുകയും ഉണ്ടായി. ഈ താഴ്ന്ന ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് മൂലമാണ് ഈ വെള്ളക്കെട്ടിൽപ്പെടുന്ന വാഹനങ്ങൾ കേടാകുന്നതും ഗതാഗതം സ്തംഭിക്കുന്നതിനും കാരണമായത്. അന്ന് റെയിൽവേക്കുണ്ടായ ഈ അപാകത പരിഹരിക്കുന്നതിനായി എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപ മുടക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെങ്കിലും നിർമ്മാണ സമയത്തെ അപാകത നവീകരണ പ്രവൃത്തിയിലും പ്രകടമായതിൻ്റെ തെളിവാണ് ഇപ്പോൾ രൂപം കൊണ്ട വെള്ളക്കെട്ട്. കുറ്റൂർ അടിപ്പാതയിൽ നടത്തിയ നവീകരണ പ്രവൃത്തിയിലെ പാളിച്ച മൂലം ഉറവകളിലൂടെ ജലം അടിപ്പാതയിലേക്ക് തള്ളിക്കയറുകയാണ്. അടിപ്പാതയിലെ റോഡിലെ കോൺക്രീറ്റ് ഇളകി വീണ്ടും കമ്പി തെളിഞ്ഞിരിക്കുകയാണ്. ഓരോ വെള്ളക്കെട്ട് കാലത്തും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ഉണ്ടാവുന്നത്. വെള്ളക്കെട്ട് കാരണം കയറുകെട്ടി ഇവിടെ ഗതാഗതവും നിരോധിച്ചിരിക്കുകയാണ്. നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകുമെന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജേഷ് തിരുവല്ല മീഡിയയോട് പറഞ്ഞു. റെയിൽവേ എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന കുറ്റൂർ അടിപ്പാതയുടെ വിഷയം. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ മുടക്കി ലെവൽ ക്രോസുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുറ്റൂർ മനക്കത്തോടിൽ ഇത്തരം ഒരു അടിപ്പാത നിർമ്മിച്ചത്. അടിപ്പാത നിർമ്മിക്കുന്ന ആളുകൾക്ക് ഇന്ന് വരെ ഏറ്റവും അധികം ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കിയ ഒരു പാതയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതുപോലെയാണ് സമീപത്തുള്ള തിരുമൂലപുരം അടിപ്പാത. ഈ രണ്ട് അടിപ്പാതയിലൂടെയും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയും വരുന്ന യാത്രക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ നഷ്ടമാണ്. കഴിഞ്ഞ തവണ 3 ജീവനുകൾ അത്ഭുതകരമാണ് അവസാനിച്ചത്. കാർ വെട്ടിപ്പൊടിച്ചതുകൊണ്ട് അവർ 3 പേരെ രക്ഷപ്പെട്ടു. ഇവിടെ ജീവൻ പൊഴിയുന്നിടം വരെ റെയിൽവേ കാത്തു നിൽക്കുമോ എന്നാണ് നമ്മൾ കാണേണ്ടത്. ഇതാണ് ഇന്നത്തെ അടിപ്പാതയുടെ അവസ്ഥ.